കൊടും ചൂടിലും തളരാതെ കൃഷിയെ ചേർത്ത് പിടിക്കുന്ന കിഴകൊമ്പിലെ യുവ കർഷകൻ ശ്രദ്ധേയനാകുന്നു. യുവ കർഷകനും സജീവ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനുമായ ബിനീഷ് കെ തുളസീദാസ് കഴിഞ്ഞ 6 വർഷക്കാലമായി കിഴകൊമ്പ് ഉള്ളാമ്പടം പാടശേഖരത്ത് കൃഷി ചെയ്തു വരികയാണ്. സർക്കാർ സ്ഥിരം ജോലിയുള്ള ബിനീഷ് കെ തുളസീദാസ് ഇന്ന് നാടറിയുന്ന ഒരു നല്ല കർഷകനായി മാറിക്കഴിഞ്ഞു. പാരമ്പര്യ കർഷക കുടുംബത്തിലെ അംഗമാണെങ്കിലും സ്വന്തമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. ജോലി തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന സമയങ്ങളിലാണ് ബിനീഷ് കൃഷികാര്യങ്ങൾ ചെയ്യുന്നത്. വർഷങ്ങളായി തരിശായി കിടക്കുന്ന കിഴകൊമ്പ് ഉള്ളാമ്പടം പാടശേഖരത്തിലെ 80 സെന്റ് സ്ഥലത്താണ് ആദ്യം ബിനീഷ് കൃഷി ആരംഭിക്കുന്നത്. ബിനീഷിന്റെ കൃഷിയിടത്തിൽ പ്രധാനമായും പയർ കൃഷിയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ വെണ്ടയും വെള്ളരിയും തണ്ണിമത്തനും ചീരയും ചീനിയും കപ്പയും കാച്ചിലും ചുരക്കയും എന്നിങ്ങനെ നിരവധി ഇടകൃഷികളും ഉണ്ട്. വാഴകൃഷിയും പൈനാപ്പിൾ കൃഷിയും ഇവിടുത്തെ മറ്റ് കൃഷികളാണ്. കിഴകൊമ്പ് പാടശേഖരത്തിലെ കൃഷിക്ക് പുറമെ മറ്റു സ്ഥലങ്ങളിൽ പാട്ടത്തിന് സ്ഥലമെടുത്തും ബിനീഷ് കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി വ്യാപിപ്പിച്ചതിനൊപ്പം തന്നെ കൃഷി ഇനത്തിലും വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. മുൻപ് പരീക്ഷണാർത്ഥം ഇവിടെ ചോളം കൃഷി ചെയ്തിരുന്നു. എന്നാൽ ഉദ്ദേശിച്ച ഫലം ലഭിക്കാത്തതിനാൽ ഇക്കുറി കൃഷിയിടത്തിൽ വിവിധ ഇനം തണ്ണിമത്തൻ കൃഷി ചെയ്തിരിക്കുകയാണ്. ബിനീഷിന്റെ കൃഷിയിടത്തിൽ എത്തുന്നവർക്ക് പയർ നേരിട്ട് പറിക്കുവാനും കൃഷിയെ തൊട്ടറിഞ്ഞ് കൃഷിയുടെ മഹത്വം അറിയുവാനുമുള്ള അവസരവും ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു മികച്ച കർഷകനായി മാറുകയാണ് ഈ പുതുതലമുറക്കാരൻ. കൃഷിയിൽ ബിനീഷിനെ സഹായിക്കാൻ ഭാര്യ സുജിതയും കൃഷിയിടത്തിലെത്താറുണ്ട്. ഇതിനു പുറമെ മറ്റ് സഹായങ്ങൾക്കായി അന്യസംസ്ഥാന തൊഴിലാളികളും ഒപ്പമുണ്ട്. ഈ കർഷകരുടെ അധ്വാനത്തിന് നഗരസഭാ പരിധിയിൽ തന്നെ ആവശ്യക്കാർ ഏറെയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലിലും കർഷകന് ആശ്വാസമായുള്ളത് തൊട്ടടുത്തുള്ള കനാൽ വെള്ളമാണ്. MVP പ്രൊജക്ടിന്റെ ഭാഗമായി മലങ്കരയിൽ നിന്നും എത്തുന്ന വെള്ളം സദാസമയവും കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതിനാൽ ഇവിടെ 100 മേനി വിളവാണ് ഉള്ളത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ കൃഷിയിടത്തിൽ ചെറിയ കുളവുമുണ്ട്. നമുക്ക് മെയിനായിട്ട് പച്ചക്കറിയാണ് കൃഷി. അതോടൊപ്പം തന്നെ കപ്പ, വാഴ, അതുപോലെ നമ്മുടെ പൈനാപ്പിള് ഇതും കൃഷി ചെയ്യുന്നുണ്ട്. കോവിഡ് കാലത്താണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ജോലിയോടൊപ്പം തന്നെ കൃഷി കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം പൊതുപ്രവർത്തനങ്ങളും ഉണ്ട്. കിട്ടുന്ന സമയം പൂർണ്ണമായി കൃഷിയെ വേണ്ടി വിനിയോഗിക്കാറുണ്ട്. ജോലിക്ക് പോകുന്നതിന് മുമ്പ് 2 മണിക്കൂർ ഒരു കൃഷി സ്ഥലത്ത് വരികയും വൈകിട്ട് 1 മണിക്കൂറെങ്കിലും സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനുപരി 2 അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് 365 ദിവസവും നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ജീവിതമാർഗവും കൂടിയാണ് ഇത്. അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി കൂടി ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു 5-6 ഏക്കർ സ്ഥലത്തോളം പല പല കൃഷികളായി ചെയ്തു വരുന്നുണ്ട്. ജനങ്ങളുടെ നല്ല സപ്പോർട്ടുണ്ട്. വാങ്ങിച്ചിട്ടുമുണ്ട്. പയറായിരുന്നു മെയിൻ. വേനൽക്കാലത്ത് പയറായിരുന്നു മെയിൻ. കഴിഞ്ഞ വർഷം 5 ടൺ പയർ അടുത്ത് ഉൽപ്പാദിപ്പിച്ചായിരുന്നു. ഇപ്രാവശ്യം കാലാവസ്ഥയുടെ വ്യതിയാനം ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ഈ ചൂട് കൂടുതലായതുകൊണ്ട് പയറിന് പൂ കുറവായിരുന്നു, കായഫലം കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ച് പയർ നമുക്ക് വേണ്ട രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്നലെയാണ് ഒരു മഴ നമുക്കിവിടെ കിട്ടിയത്. അതിൻ്റെ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അതുപോലെ ഈ പെട്രോൾ വാങ്ങിച്ചാണ് നമ്മൾ നനയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്രോൾ കുപ്പിക്കകത്തോ ക്യാൻ്റെ അകത്തൊന്നും കിട്ടാത്ത സാഹചര്യമാണ് പമ്പുകളിൽ നിന്ന്. വണ്ടിക്കകത്ത് ബൈക്കിൻ്റെ അകത്തൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ പിന്നെ ചേഞ്ച് ചെയ്തെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇപ്പോൾ മോട്ടർ നമുക്ക് ഒരിക്കലും പമ്പിൽ കൊണ്ട് പെട്രോൾ അടിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പക്ഷേ പമ്പുകാരോട് പറയുമ്പോൾ അവർ പറയണേ അവരുടെ റൂൾസാണ്, അത് കൊടുക്കാൻ പറ്റില്ല. ശരിക്കും കൃഷിക്കാരനെ വെട്ടിലാക്കുന്ന ഒരു രീതിയാണ്. അതിനകത്ത് സർക്കാരിൻ്റെ രീതിയിൽ ഒരു ഇടപെടലുണ്ടാവണം. ഈ കൃഷി ചെയ്യുന്നവർക്ക് ജനറേറ്ററിനോ മോട്ടറിനോ ഒക്കെ
പെട്രോൾ വാങ്ങണമെങ്കിൽ അതിനൊരു പെർമിഷൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതുപോലെ പുതിയ തലമുറയിൽ ആൾക്കാരും കൂടി കൃഷിയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ സർക്കാരിൻ്റെ ആനുകൂല്യം, കഴിഞ്ഞ പ്രാവശ്യം കൂത്താട്ടോളം നഗരസഭയിലെ യുവ കർഷകനായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അതാണ് സർക്കാരിൻ്റെ ഒരു അംഗീകാരം തേടിയെത്തിയത്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവരുടെ ഭാഗത്തും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്നത് ഞാൻ കൂടാതെ പല ആൾക്കാരുമായിട്ട് ഷെയർ കൂടി ചെയ്യുന്നുണ്ട്. 2-3 പേര് പല സ്ഥലങ്ങളിൽ ചെയ്യുന്ന 2-3 പേരെ കൊണ്ട് ഷെയറുണ്ട്. അപ്പോൾ അവരെയും കൂടി നമുക്ക് കൃഷിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഘടകം. കൂത്താട്ടോളം പ്രദേശത്തും എടിയാറ് പ്രദേശത്തും എല്ലാം കൃഷി ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു പാർട്ണറും കൂടി ഉണ്ടാവും. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് പേരെയും കൂടി കൃഷിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കൃഷി ഒരു പാഠ്യപദ്ധതിയായി തന്നെ സർക്കാർ കൊണ്ടുവരണം. കാരണം പുതിയ തലമുറയ്ക്ക് കൃഷിയെക്കുറിച്ച് വലിയ അറിവില്ല. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ഭക്ഷണത്തിന് വേണ്ടി യുദ്ധമായിരിക്കും. കാരണം സാമ്പത്തികം മാത്രമുണ്ടെന്ന് പറഞ്ഞില്ല, കാർഷിക ഉൽപ്പന്നങ്ങളുടെ കൂടി വിപണിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ ഈ കിഴവുമ്പ് പാടശേഖര സമിതിയുടെ പ്രസിഡൻ്റാണ് ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 2 ടൺ നെല്ലും കൂടി ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ അടുത്ത് വർഷങ്ങളായിട്ട് നേരത്തേക്ക് കൃഷി ചെയ്യാതെ കിടക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി സഹകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പാടശേഖര സമിതി പ്രസിഡൻ്റായി വന്ന സാഹചര്യത്തിൽ എല്ലാവരും കൂടി പൂർണ്ണമായി ഏകദേശം നമുക്ക് കൃഷി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ചിറയുടെയും തോടിൻ്റെയൊക്കെ നവീകരണം വേണ്ട രീതിയിൽ സർക്കാർ ചെയ്യാറില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വെള്ളം കയറി വരാറില്ല. അതാണ് കാരണം. എസ്റ്റിമേറ്റ് ചിറ നവീകരണത്തിനെല്ലാം ഇവിടുത്തെ സർക്കാരിലേക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് വ്യക്തമായ രീതിയിലൊരു ഫോളോ അപ്പ് ജനപ്രതിനിധികൾ നടത്തണം. കർഷകർക്ക് വേണ്ട സൗകര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതലായി ചെയ്തു കൊടുക്കണം. തദ്ദേശ സ്ഥാപനങ്ങളായാലും അതുപോലെ MLA-മാരായാലും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളായാലും ഉദ്യോഗസ്ഥരായാലും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കൃഷി മറ്റുള്ളൊരു ബിസിനസ്സിനെ പോലെ അത്ര ലാഭകരമല്ല. പക്ഷേ വേറൊരു ബിസിനസ്സിനെ അപേക്ഷിച്ച് കൃഷിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേറൊരു ബിസിനസ്സിൽ നമുക്ക് കിട്ടില്ല. നമ്മുടെ മൈൻഡ് ക്ലിയർ ആവാൻ ഏറ്റവും ബെറ്ററാണ് കൃഷി. രാവിലെ 2 മണിക്കൂർ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും 2 മണിക്കൂർ നമ്മുടെ കൃഷി സ്ഥലത്ത് വരുമ്പോൾ അതിൻ്റെ പൂക്കളും കായ്കളും എല്ലാം കാണുമ്പോൾ നമുക്ക് മാനസികമായ സന്തോഷം കിട്ടും. ചെറിയൊരു പ്രോഫിറ്റ് എന്തായാലും അതിൽ നിന്ന് കിട്ടാറുണ്ട്. ഞാൻ ശരാശരി നമ്മൾ ടാർഗറ്റ് ചെയ്തത് 10 ലക്ഷം രൂപയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരു വർഷം വിപണിയിൽ ഇറക്കണമെന്നാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം 7 ലക്ഷം രൂപ അടുത്ത് നമുക്ക് ഇറക്കാൻ പറ്റി. കാരണം നമുക്ക് 2 ജോലിക്കാരുണ്ട്. അവർക്ക് തന്നെ ശമ്പളം കൊടുക്കണമെങ്കിൽ ഏകദേശം ഒരു 7 ലക്ഷം രൂപ അടുത്ത് ഒരു വർഷം വേണം. അപ്പം പിന്നെ വിത്ത്, വളം എല്ലാം കൂടി ഒരു 10 ലക്ഷം രൂപയുടെ കാർഷിക വിപണത്തിൽ ഇറക്കിയാൽ മാത്രമാണ് നമുക്ക് അതൊരു പ്രോഫിറ്റ് കിട്ടുള്ളൂ. മറ്റുള്ള ബിസിനസ് പോലെയല്ല കൃഷി. അതിൽ നിന്നൊരു 10-15% ലാഭമാണ് കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഒരുവിധം എല്ലാ പച്ചക്കറികളും നമ്മളിവിടെ കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ പരീക്ഷണാർത്ഥം തണ്ണിമത്തൻ കൃഷി ചെയ്തു. അത് അത്യാവശ്യം ചെറുതായിട്ട് വിളവുണ്ടായിരുന്നു. പക്ഷേ ചൂടിൻ്റെ അതിൻ്റെ വളർച്ച കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കായാലും നമ്മുടെ വീട്ടിലേക്കായാലും എല്ലാം നമ്മൾ അതാണ് കഴിക്കുന്നത്. ഉച്ച സമയത്ത് ചൂട് സമയത്തായാലും നമ്മളത് പറിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ പീച്ചിങ്ങ, ചൊരക്ക, അതുപോലെ പച്ചമുളക്, അങ്ങനെ മറ്റുള്ള ഐറ്റം. വെള്ളരി ഉണ്ടായിരുന്നു. വെള്ളരി ഇപ്പോൾ തീർന്നാണ്. ഒരു 4 മാസമായിട്ട് നമ്മൾ ശരാശരി ഒരു 50 കിലോ പയർ ഡെയിലി നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയത്രയും നമുക്ക് പറ്റിയില്ല. അത് കാലാവസ്ഥയുടെ വ്യതിയാനമാണ്. ലേബേഴ്സ് പ്രോബ്ലം. ലേബേഴ്സ് ഇപ്പോൾ ഇപ്പോൾ അടുത്ത ദിവസം പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതുകൊണ്ട് തൊഴിലാളികൾ ഒരു നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും ജോലിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഇതാണ്. അതുകൊണ്ട് പയറിനകത്ത് പുല്ല് കയറും. ഇതിൻ്റെ വർക്കുകൾ നമ്മൾ പ്രോപ്പറായി തുടർന്ന് പോയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പണി പഠിച്ചവർ പോകുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട സാഹചര്യത്തിലാണ് പോകുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് സഹായങ്ങൾ കിട്ടണം. സഹായങ്ങൾ സർക്കാരിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിനുള്ള ചിറയുടെ ആയാലും നെൽകൃഷി, പ്രധാനപ്പെട്ട നെൽകൃഷിയാണ്. നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഭൂരിഭാഗം കഴിക്കുന്നത് ചോറാണ്. അപ്പോൾ നെൽകൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. കാരണം അതുപോലെ പച്ചക്കറി ഐറ്റം നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ഇത് ചെയ്യാം. എന്നെ സംബന്ധിച്ച് എനിക്കൊരു 5 ടൺ പച്ചക്കറി കൂത്താട്ടോളം പോലുള്ള സ്ഥലത്ത് നമ്മൾ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു 10 ടൺ അടുത്ത് കപ്പ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കാൻ പറ്റി. അതൊക്കെ കാരണം ഇതെല്ലാം അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളുടെ വന്ന കാരണം ഇതെല്ലാം കൂത്താട്ടോളത്തെ ജനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക്
കൂത്താട്ടുകുളത്ത് ഇത്ര ആവശ്യക്കാരുണ്ട്. കൂത്താട്ടുകുളം പോലുള്ള പ്രദേശത്ത് നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വരും. കാരണം ഒത്തിരി പേര് ഈ പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് വിത്ത്, പാല, അതുപോലെ കോട്ടയം, മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വിത്ത്, കറുത്ത പയറിൻ്റെ വിത്തുണ്ടായിരുന്നു. അത് എനിക്കൊരു 8-10 കിലോ വിത്ത് ആൾക്കാർ കൊടുത്തു. കാരണം വിത്ത് ചോദിച്ചവർക്കെല്ലാം ഞാൻ വിത്ത് കൊടുത്തു. കാരണം അത്രയും കൃഷി ഇത് ചെയ്തോട്ടെ. കുറേ പേര് അടുത്ത വർഷത്തേക്ക് വിത്ത് ചോദിച്ചിട്ടുണ്ട്. കാരണം കൃഷി ചെയ്യുന്ന താല്പര്യക്കാർ കൂടുതൽ വന്നാൽ മാത്രമാണ് കൃഷിയെ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു സർക്കാർ സർവീസ് ജോലിയുണ്ട് പൊതുമേഖലാ സ്ഥാപനത്തിൽ. പക്ഷേ അതും ഇതോടും കൂടി കൊണ്ടുപോകണതുകൊണ്ട് എനിക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതിനൊപ്പം പൊതുപ്രവർത്തനമുണ്ട്, അതുപോലെ മറ്റുള്ള സോഷ്യൽ വർക്കുകളുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. കൃഷി പാരമ്പര്യമായി ഒരു ഇതാണ്. ചെറുപ്പകാലം തൊട്ട് കൃഷി നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇടക്കാലം കൊണ്ട് നമ്മൾ അത് വിട്ടുപോയി. പിന്നെ നമ്മൾ തിരിച്ചു വരുന്നത് കോവിഡ് കാലത്താണ്. അത് കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മൾ വിട്ടില്ല. ഇനി നമ്മളത് കൃഷിയിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും പറ്റാത്തൊരു അടുപ്പമായി പോയി കൃഷിയുമായി. വരും കാലങ്ങളിൽ കിഴകൊമ്പ് മേഖലയിലെ കൂടുതൽ ചെറുപ്പക്കാർ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവ കർഷകൻ. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തിപരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോൾ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. ഷുവർ സർ. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം. ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി.